നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇതാദ്യമായി ഒരു കുംഭമേള അരങ്ങേറുകയാണ്. വാരണാസിയിൽ 12 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കാറുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തരും ടൂറിസ്റ്റുകളുമെല്ലാം അവിടെ ഒത്തുകൂടുകയും സാധാരണമാണ്. അതുപോലെ തന്നെ നാസിക് അടക്കമുള്ള സ്ഥലങ്ങളിലും 12 വർഷത്തിലൊരിക്കൽ ഇങ്ങനെ കുംഭമേള അരങ്ങേറാറുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഒരു മതസമ്മേളനമാണ് കുംഭമേള. എന്നാൽ ഇതാ ഇപ്പോൾ കുംഭമേള കേരളത്തിലേക്കും വരികയാണ്. 2026 ഫെബ്രുവരി മാസത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ വച്ചാണ് കേരളത്തിലെ ആദ്യത്തെ കുംഭമേള അരങ്ങേറുന്നത്. 250 വർഷങ്ങൾക്ക് മുമ്പ് അവസാനം നടന്ന മഹാമഖത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതാണ് ഈ പുതിയ കുംഭമേള എന്നാണ് സംഘാടകർ പറയുന്നത്. 250 വർഷങ്ങൾക്ക് മുമ്പ് സാമൂതിരിയുടെ നേതൃത്വത്തിൽ മാമാങ്കം അരങ്ങേറിയിരുന്ന സ്ഥലമാണ് തിരുനാവായ. മാഘമഹമാണ് പിന്നീട് മാമാങ്കം ആയതെന്നാണ് പറയുന്നത്. ഈ മാഘമഖത്തിലെ ആ പ്രത്യേക ദിനം വളരെയധികം പുണ്യമായ ഒരു ദിനമാണെന്നാണ് കരുതപ്പെടുന്നത്. 250 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വീണ്ടും കുംഭമേള അല്ലെങ്കിൽ മാഘമഖം കുംഭമേള എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് അതിന് പിന്നിലെ രാഷ്ട്രീയം? അതിൽ കൃത്യമായൊരു രാഷ്ട്രീയം തന്നെയുണ്ട്. മലയാളി കൂടിയായ മഹാമണ്ഡലേശ്വർ അഖാഡയുടെ തലപ്പത്തിരിക്കുന്ന സാധു ആനന്ദവനം ആണ് ഈ കുംഭമേളയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ കുംഭമേള നടക്കുന്നത്. വാരണാസിയിലെ കുംഭമേളയും ഈ അഖാഡകളുടെ നേതൃത്വത്തിൽ തന്നെയാണ്, അഖാഡകളിലെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അരങ്ങേറുന്നത്. ഇതാദ്യമായി ഒരു മലയാളി അഖാഡയുടെ തലപ്പത്തെത്തിയിരിക്കുകയാണ്. സന്യാസി കൂട്ടായ്മകളെയാണ് ഈ അഖാഡകൾ എന്ന് പറയുന്നത്. സാധു ആനന്ദവനം എന്ന മലയാളി ചെറുപ്പക്കാരൻ ഈ അഖാഡയുടെ, അതിൽ പ്രധാനപ്പെട്ട അഖാഡയുടെ മഹാമണ്ഡലേശ്വർ അല്ലെങ്കിൽ തലവനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന 2026 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന കുംഭമേളയുടെ ചുക്കാൻ പിടിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈന്ദവവൽക്കരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്നാണ് സംഘപരിവാറിൻ്റെ വിലയിരുത്തൽ. ഈ മാഘമഖം അല്ലെങ്കിൽ ഈ പറയുന്ന കുംഭമേളയ്ക്ക് പിന്നിലും സംഘപരിവാറിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഒരു ഹൈന്ദവ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് 2026 ഫെബ്രുവരിയിൽ തിരുനാവായിൽ മണപ്പുറത്ത് കുംഭമേള അരങ്ങേറുന്നത്. ഈ കുംഭമേള ഇനി എത്ര വർഷം കൂടുമ്പോൾ തിരുനാവായിൽ നടക്കുമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഏതായാലും 2026 ആദ്യത്തെ കുംഭമേള ഫെബ്രുവരി മാസത്തിൽ തിരുനാവായ മണപ്പുറത്ത് നടക്കുമെന്നാണ് സാധു ആനന്ദവനം അടങ്ങുന്ന ഇതിൻ്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ഹൈന്ദവ വിഭാഗങ്ങളിൽ ഒരു ഉണർവുണ്ടാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നും അത് രാഷ്ട്രീയപരമായി BJPക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനവും ആരോപണവും ചർച്ചയും ഇക്കാര്യത്തിലുണ്ട്. സംഘപരിവാർ പിറകിൽ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സംരംഭമാണത്രേ ഇത്. 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനു മുമ്പ് കുംഭമേള വലിയൊരു ചർച്ചാ വിഷയമായി മാറുമ്പോൾ അത് ഒരു ഹൈന്ദവ ഏകീകരണം, ഹൈന്ദവ പുനരുജ്ജീവനം കേരളത്തിൽ ഉണ്ടാക്കുമെന്നും അതും BJPക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് സംഘപരിവാറിൻ്റെ വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ ഈ കുംഭമേളയ്ക്ക് പിന്നിൽ സംഘപരിവാറാണ്, അല്ലെങ്കിൽ RSS നേതൃത്വം തന്നെയാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന. CPM-ഉം കോൺഗ്രസും ഒക്കെ UDF-ഉം ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്നുമുണ്ട്. തിരുനാവായ എന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. മലപ്പുറം ജില്ലയെപ്പറ്റി നിരവധി ആരോപണങ്ങളും ദുഷ്പ്രചരണങ്ങളും കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നുമുണ്ട്. അപ്പോഴാണ് അവിടെ ഈ പറയുന്ന കുംഭമേള പോലുള്ള ഒരു റിലീജിയസ് കോൺഗ്രഗേഷൻ അല്ലെങ്കിൽ മതസമ്മേളനം നടക്കുന്നത്. ഈ മതസമ്മേളനം കൊണ്ട് പ്രയോജനം BJPക്കും RSS സംഘപരിവാറിനുമാണ് ഉള്ളതെന്ന് മറ്റാർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം ഹൈന്ദവ ഏകീകരണത്തിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ സാന്നിധ്യം
കൃത്യമായി അറിയിക്കുക എന്നത് BJP-യുടെയും RSSന്റെയും തന്ത്രമാണ്. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ 8ഓളം നിയമസഭാ സീറ്റുകൾ ലക്ഷ്യമിടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മതസമ്മേളനം വളരെയധികം അത്യാവശ്യമാണെന്ന് അവർ കരുതുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ആദ്യ കുംഭമേളയ്ക്ക് പിന്നിൽ RSSന്റെ ബുദ്ധിയാണ് ഉള്ളതെന്ന്, അല്ലെങ്കിൽ RSSന്റെ ബുദ്ധി കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, BJP-യുടെ തെരഞ്ഞെടുപ്പ് നേട്ടം തന്നെയായിരിക്കും.